ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ നിന്ന് 9:16 റേഷ്യോ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടുന്ന സോങ് ആഡ് ചെയ്യും. സോങ് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ സെലക്ട് ചെയ്യുക. ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന സോങ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോയിലുള്ള സോങ് തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ട് മീഡിയ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു വീഡിയോ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പക്ഷെ അവിടെ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡ് മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം അവിടെ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇടുന്ന ബീറ്റ് മാർക്ക് ആഡ് ചെയ്യും. അതിനായി നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കിക്കൊണ്ട് ഓരോ വരികളും തുടങ്ങുന്ന ഭാഗത്ത് ഇതേപോലെ നിങ്ങൾ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഓരോ വരികളും തുടങ്ങുന്ന ഭാഗത്ത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ബീറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇടുന്ന ഇമേജസ് ആഡ് ചെയ്യും. അതിനെ സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് നോക്കണം 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കോട്ട് വരിക. അടുത്ത ബീറ്റ് മാർക്കിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ അവിടം വരെ ആക്കി കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ഇതേപോലെ നമുക്ക് അടുത്ത ഇമേജും ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് നോക്കണം 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കോട്ട് വരിക. അതിൻ്റെ ഡ്യൂറേഷനും കൂടുതലാണെങ്കിൽ അത് കൂട്ടിക്കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ഒരു മെത്തേഡ് തന്നെ അവസാനം വരെ നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങളിവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇമേജിൻ്റെയും അതേപോലെ തന്നെ ടെസ്റ്റ് എഫക്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ആഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ അവിടുന്ന് ഇമേജ് ആൻഡ് ടെസ്റ്റ് എഫക്റ്റ് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് കോപ്പി ഇഫക്റ്റ് എടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം ഇവിടുന്ന് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് കൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെയുള്ള എല്ലാ ഇമേജിനും നിങ്ങൾ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെയുള്ള ഇമേജിന് ഈ ഒരു എഫക്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇവിടുന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. എന്നാലും നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഴുതി കൊടുക്കുക. അതിന് പകരം CodeFML എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു വരി അവിടെ എഴുതി കൊടുക്കുക മലയാളത്തിൽ. ഏറ്റവും താഴെ നടുക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു കോഡായിട്ട് നിങ്ങൾക്ക് കോപ്പി ആവുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങളിവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ആ ഒരു കോപ്പി ആയ കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് സെൻറ്റർ ആയി കൊടുക്കുക. അലൈൻമെൻറ്റ് സെൻറ്റർ ആയി കൊടുക്കുക. ശേഷം ഫോണ്ട് ഞാൻ ഈ ഒരു ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ശേഷം സൈസ് നിങ്ങൾക്ക് വേണ്ടുന്ന അത്ര ആക്കി കൊടുക്കുക. ഞാനിവിടെ 28 ആക്കുന്നത്. ശേഷം അവിടുന്ന് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു വെള്ള കളർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന കളർ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ള കളറാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം മുകളിൽ കാണുന്ന ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഇതേപോലെ ഡ്രാഗ് ചെയ്ത ഒരു ബോക്സിൽ ഡ്രാഗ് ചെയ്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ടെസ്റ്റ് നമുക്ക് അടുത്ത ബീറ്റ് മാർക്ക് വരെ ആക്കണം. അതിനെ അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ബീറ്റ് മാർക്ക് വരെ ആവുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് അടുത്ത ലിറിക്സ് ആഡ് ചെയ്യും. ഇനി നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഒരു ടെസ്റ്റ് അവിടെ സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് കൊണ്ട് കോപ്പി ലെയർ എടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. ശേഷം ഇത് അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. വന്നതിന് ശേഷം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു മൂന്നാമത്തെ കട്ടിങ് സെലക്ട് ചെയ്തുകൊണ്ട് അത്ര റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ അവിടെ നിന്ന് CodeFML എടുക്കുക. CodeFML എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഒരു വഴി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ശേഷം താഴെ കാണുന്ന നടുക്കത്തെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു കോഡ് കോപ്പി ആവുന്നതായിരിക്കും. ശേഷം ഇവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഇതിനകത്തുള്ള ടെസ്റ്റ് മാറ്റിയതിനു ശേഷം ഇപ്പോൾ നമ്മൾ കോപ്പി എടുത്ത ഒരു കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡ് മൂക്കാണെന്ന് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതേപോലെ നമുക്ക് അടുത്ത ലിറിക്സ് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഈ ചെറിയൊരു പ്ലസ് ബട്ടനെ ക്ലിക്ക് കൊണ്ട് കോപ്പി ലെയർ എടുക്കുക. ശേഷം ഇവിടുന്ന് അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. എന്നതിന് ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടനെ ക്ലിക്ക് കൊണ്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. അടുത്ത ബീറ്റ് മാർക്കിന്റെ ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ അവിടുന്ന് ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ആയതിനു ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ആ ഒരു കോഡ് FM എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു മൂന്നാമത്തെ വരി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഏറ്റവും താഴെ കാണുന്ന ഒരു നടുക്കത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു കോഡായിട്ട് കോപ്പി ആവുന്നതായിരിക്കും. ശേഷം ഇവിടുന്ന് ബാക്ക് വന്നതിന് ശേഷം അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ടെസ്റ്റ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു കോഡ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ കോപ്പി എടുത്ത ഒരു കോഡ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെ നിങ്ങൾ ടെക്സ്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ലിറിക്സ് ഇതേപോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ലിറിക്സ് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങളിവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഇമേജ് ആൻഡ് ടെസ്റ്റ് എഫക്റ്റ് എന്നുള്ള ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടെസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് കോപ്പി ലെയർ എടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു ടെസ്റ്റ് അവിടുന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് പേസ്റ്റ് ചാനലിന്റെ നേരെ കാണുന്ന ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ക്യാമറ ഓപ്ഷനും ഈ ഒരു ടൈമർ ഓപ്ഷനും ഓഫ് ആക്കിയതിനു ശേഷം പേസ്റ്റ് കൊടുക്കുക. ശേഷം അടുത്ത ടെസ്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അടുത്ത ടെസ്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് അതിൽ കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ടെസ്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ചെറിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് അതിൽ കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെ അവസാനം വരെ നിങ്ങൾ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.